ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ 75% പ്രോഫിറ്റ് ലഭിച്ച ഇന്ത്യയിലെ ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പണം കൊയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പറഞ്ഞു വരുന്നത് ഇന്ത്യയിലുള്ള ഓട്ടോമോട്ടീവ് ഭീമനായ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ്. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 1945 JRD ടാറ്റയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മുംബൈ ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ടാറ്റയുടെ അണ്ടറിൽ നിരവധി മറ്റു കമ്പനികൾ, അവർക്ക് നിരവധി സബ്സിഡറീസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കൊക്കെ അറിയാവുന്ന എയർ ഇന്ത്യ ടാറ്റയുടേതാണ്, ടാറ്റ സ്റ്റീല്, അതുപോലെ തന്നെ TCS, അതുപോലെ തന്നെ ടാറ്റ പവർ, ഇങ്ങനെ നിരവധി കമ്പനികൾ ടാറ്റയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ, അതായത് ഈ വാഹന നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ടാറ്റയുടെ ഇൻഡിക്ക, ടാറ്റയുടെ നാനോ ഒക്കെ കണ്ടപ്പോൾ ആൾക്കാർ വരും, ഇതാ പാട്ട വണ്ടി വരുന്നുണ്ട് എന്ന് നിരവധി ആൾക്കാർ പറയാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? നമ്മളെല്ലാം ടാറ്റയുടെ വാഹനങ്ങളെ പുച്ഛിച്ച ഒരു കാലമുണ്ടായിരുന്നു. തുടർന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജാഗ്വാർ ലാൻഡ് റോവറിനെ ടാറ്റ സ്വന്തമാക്കി. അതിനുശേഷം വലിയ ഹൈടെക് എൻജിനീയേഴ്സ് ടാറ്റയിൽ ജോയിൻ ചെയ്യുകയും ടാറ്റയുടെ വാഹനങ്ങൾക്കൊക്കെ മറ്റൊരു ലെവൽ നൽകുകയും ചെയ്തതോടുകൂടി ടാറ്റയുടെ രാശി തെളിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ത്യയിലുള്ള ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ ഭൂരിഭാഗവും ഇന്ന് ടാറ്റ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ടാറ്റയുടെ നാനോയിൽ നിന്നും ടാറ്റയുടെ നെക്സോണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ബഹുദൂരമായിരുന്നു. അങ്ങനെ ടാറ്റ ഇവിടെ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ടാറ്റ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നെക്സോൺ എന്ന വാഹനം എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ഇടം നേടിയിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ നിരത്തുകളിലൂടെ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വോക്സ് വാഗൻ്റെയും അതുപോലെ തന്നെ ഫോർഡിൻ്റെയൊക്കെ വാഹനങ്ങളായിരുന്നു. ഇന്ന് നിരത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒട്ടുമിക്ക ഡോക്ടേഴ്സും ഉപയോഗിക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണത്? സേഫ്റ്റിയാണ് മെയിനായിട്ടുള്ള കാര്യം. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ടാറ്റയുടെ നെക്സോൺ ആണെങ്കിലും അല്ലെങ്കിൽ ടാറ്റയുടെ ഓൾട്രോസ് ആണെങ്കിലും വലിയ രീതിയിൽ ജനങ്ങളുടെ ജനപ്രീതി നേടിയ ഒരു വാഹനം തന്നെയാണ്. തുടർന്ന് ടാറ്റ കൊണ്ടുവന്ന മറ്റൊരു വാഹനമാണ് ടാറ്റ ഹാരിയർ. വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെയായിരുന്നു ഹാരിയറിലൂടെ ടാറ്റ സ്വന്തമാക്കിയത്. അതിനുശേഷം ടാറ്റ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണത്തിലേക്ക് കടന്നു. ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണത്തിലേക്ക് കടന്നപ്പോഴേക്കും ടാറ്റയുടെ ഷെയറിൻ്റെ വാല്യൂ വലിയ രീതിയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങിയിരുന്നു. കഴിഞ്ഞ ഏകദേശം 20 വർഷങ്ങളിൽ എടുത്തു നോക്കിയാൽ ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2001 കാലഘട്ടങ്ങളിൽ ടാറ്റയുടെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 12 രൂപയായിരുന്നു. 2002 കാലഘട്ടങ്ങളിൽ ടാറ്റയുടെ ഒരു ഷെയറിൻ്റെ പ്രൈസ് 12 രൂപയായിരുന്നു. ആ 12 രൂപ എന്ന് പറഞ്ഞത് ഏകദേശം 45 ടൈംസ് വർദ്ധിച്ച് 550 രൂപയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 20-21 വർഷം വേണ്ടി വന്നു. ആ 21 വർഷം കൊണ്ട് ഏകദേശം 45 ടൈംസാണ് കയറിയത്. ഒരു പക്ഷേ നിങ്ങളെന്ന വ്യക്തി 1 ലക്ഷം രൂപ 2001 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 45 ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമായിരുന്നു. ഒരു പക്ഷേ നിങ്ങളെന്ന വ്യക്തി 1 കോടി രൂപ അന്ന് ടാറ്റയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 45 കോടിയോളം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചേനെ. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വലിയ രീതിയിൽ കുതിച്ചുചാട്ടങ്ങൾക്ക് സാന്നിധ്യം കുറിച്ചു കൊണ്ടുപോവുകയാണ്. ഇനി എന്താണ് ടാറ്റയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇലക്ട്രിക് വെഹിക്കിളുടെ ഒരു സെഗ്മെൻറ്റ് തന്നെയായിരിക്കും. ടാറ്റയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാഹനങ്ങൾ, ഇലക്ട്രിക് സെക്ഷനിൽ ഒരുപാട് വാഹനങ്ങൾ അവർ ദിനം പ്രതി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓൾട്രോസ് ഇലക്ട്രിക് ആക്കി മാറ്റി, അവർ നെക്സോൺ ഇലക്ട്രിക് ആക്കി മാറ്റി. ഇതാ ഇപ്പോൾ ടാറ്റ ഹാരിയറും ഇലക്ട്രിക് വേരിയൻറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ EV വെഹിക്കിൾ നിർമ്മാണത്തിൽ ടാറ്റയുടെ പങ്ക് മുഖ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും തൊഴിലില്ലായ്മ കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. കേരളം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയിൽ 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് പെട്രോൾ, ഡീസൽ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ്സിലാണ് പോകുന്നതെങ്കിലും കൃത്യമായിട്ട് ആ ബസ്സിന് പെട്രോൾ വേണം. ആ ഒരു നിരക്ക്, ഒരു ബസ്സിൻ്റെ അവിടത്തേക്കുള്ള ഒരു ചാർജ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യം വരും. ഇവിടെയാണ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സാധ്യത വളരുന്നത്. നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, സോളാർ പ്ലാന്റുകൾ വീട്ടിൽ വെക്കും. ഇന്ന് ചില ബിരുദന്മാർ വലിയ സോളാർ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്കുള്ള കറണ്ടും ഫ്രീ ആയിട്ട് കിട്ടും,
ബില്ല് വരില്ല, കറണ്ട് ബില്ല് KCB ഒന്നും വരില്ല, സീറോ ആയിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ വെഹിക്കിൾ ഇലക്ട്രിക് ആകുന്നതോടുകൂടി വെഹിക്കിളിലും എന്ത് സംഭവിച്ചു, വേറെ അഡീഷണലായിട്ട് കാശ് ഒന്നുമില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി ലാഭം, ഒപ്പം തന്നെ വെഹിക്കിളിലുള്ള ഇന്ധനത്തിൻ്റെ കോസ്റ്റും ലാഭം. മൊത്തത്തിൽ അവരെന്ത് ചെയ്യും, ഇത്രയും വലിയൊരു കോസ്റ്റ് അവർക്ക് സേവ് ചെയ്യാൻ സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. നിരവധി പേരുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം ടാറ്റ സൃഷ്ടിക്കുമെങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഇതിൽ നിന്നും വീണ്ടും 40 ഇരട്ടിയല്ല 100 ഇരട്ടിയായിട്ട് മാറാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ടാറ്റ മോട്ടോഴ്സിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 420 രൂപയാണ്. ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 5, 6, 7 മാസം മുമ്പ് എൻ്റെ വീടിൻ്റെ ചുമരൊക്കെ കെട്ടി വാർക്കൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറഞ്ഞു, വിനീഷ്, എന്തായാലും ഇനി ബാക്കിയുള്ള കാശുണ്ടല്ലോ, വീടിൻ്റെ പണി അല്പം മാറ്റി വെക്കാം, നമ്മൾക്ക് ആ എമൗണ്ട് കംപ്ലീറ്റ് ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഞാൻ ഉറപ്പ് നൽകുന്നു വിനീഷ്, ഞാൻ ഉറപ്പ് നൽകുന്നു, നിനക്ക് ഈ കാശ് ഡബിളാക്കി അടുത്ത വർഷം എടുക്കാം, നിനക്ക് ഈ കാശ് ഡബിളാക്കി അടുത്ത വർഷം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും പോലെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തു, വിശ്വാസം മാത്രമല്ല, എനിക്ക് നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്, ബട്ട് എനിക്ക് പെട്ടെന്ന് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. കാരണം എൻ്റെ വീടെന്ന ഒരു ഡ്രീമായിരുന്നു അത്. സോ ഞാൻ എന്ത് ചെയ്തു, ആ എമൗണ്ട് അത്രയും എമൗണ്ട് നിക്ഷേപിക്കാതെ എന്തായാലും ഇവൻ പറഞ്ഞതല്ലേ എന്നതുകൊണ്ട് ഒരു 25 ഷെയർ ടാറ്റ മോട്ടോഴ്സിൽ ഞാൻ വാങ്ങിച്ചിട്ടു അന്ന്. ഇന്ന് ആ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഏകദേശം 75% ഗ്രോത്തിലേക്ക് എത്തി. ബട്ട് ഇത് ഡബിളായിരുന്നു. അവൻ പറഞ്ഞതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഫണ്ട് ഉടൻ തന്നെ ഡബിളായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. 241 നിന്നും ഏകദേശം 550 രൂപ വരെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ എത്തിയിരുന്നു. അപ്പം ഇത്രയും വലിയ ഒരു ബൂമിംഗ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഷെയർ മാർക്കറ്റ്. ബട്ട് ഓരോ കമ്പനിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠനങ്ങൾ നടത്താതെ നമ്മൾ ഒരിക്കലും അതിലേക്ക് ചാടരുത്. ടാറ്റയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാറ്റ സ്റ്റീൽ കമ്പനി ടാറ്റയ്ക്കുണ്ട്. സോഫ്റ്റ്വെയർ രംഗത്താണ് ടാറ്റ ബഹുദൂരം എന്ന രീതിയിൽ ടാറ്റ പോയിക്കൊണ്ടിരിക്കുകയാണ് TCS എന്ന് പറഞ്ഞ കമ്പനിയിലൂടെ. ഇനി എയർ ഇന്ത്യയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പണ്ട് ടാറ്റയിൽ നിന്ന് ഗവൺമെൻറ്റിന് വിറ്റ കമ്പനിയായിരുന്നു എയർ ഇന്ത്യ. അതിനെ ഒരു ഗവൺമെൻറ്റിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രം നിർമ്മിച്ചു ടാറ്റ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. തുടർന്ന് ടാറ്റയുടെ പവറാണെങ്കിലും വലിയ രീതിയിൽ ബൂമിംഗ് ഉള്ള വരാൻ പോകുന്ന ഒരു ഷെയറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഷെയർ വാങ്ങിച്ചത് ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞ ബ്രോക്കർ വഴിയാണ്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. ഒപ്പം തന്നെ ടാറ്റയുടെ ആ ജൈത്ര യാത്രയും നമുക്ക് നേരിട്ട് കണ്ടു നോക്കാം. ഗൂഗിളിനകത്ത് കയറി ടാറ്റ മോട്ടോഴ്സ് എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണാൻ പറ്റും. താഴെ നോക്കി 1945 JRD ടാറ്റയാണ് മുംബൈ ബേസ് ചെയ്തിട്ട് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാറ്റയുടെ കറണ്ട് പ്രൈസ് 431 രൂപയാണ്. അല്പനേരം മുമ്പ് ഞാൻ നോക്കുമ്പോൾ 420 രൂപയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ 2000 ഈ ഒരു കാലഘട്ടങ്ങളിൽ ടാറ്റയുടെ പ്രൈസ് നിങ്ങൾ നോക്കിയേ. 2001 കാലഘട്ടങ്ങളിൽ ടാറ്റയ്ക്ക് 12 രൂപ റേഞ്ചായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അത് വളർന്ന് നിങ്ങൾ നോക്കിയേ 520 രൂപ, 530 രൂപ, 582 രൂപ എത്തിയിരുന്നു. 582 രൂപ 2015 തന്നെ എത്തിയിരുന്നു. അപ്പോൾ എത്ര വർഷം എടുത്തു? ഏകദേശം 14 വർഷം കൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് ഈ പറഞ്ഞ 45+ ടൈംസ് ഏകദേശം കയറി നല്ലൊരു റിട്ടേൺ ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിരുന്നു. അതിനുശേഷം ചെറിയൊരു ക്രാഷ് വീണ്ടും മാർക്കറ്റിൽ സംഭവിച്ചു. അത് ഏകദേശം 296 രൂപയിലേക്ക് താഴോട്ട് പോയി. അവിടുന്ന് വീണ്ടും ഉടനടി തിരിച്ചു കയറി 537 എത്തി. വീണ്ടും കോവിഡാനന്തരമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ആ പ്രശ്നത്തിൽ ടാറ്റ ഇടിഞ്ഞ് ഏകദേശം 70 രൂപ റേഞ്ചിലൊക്കെ എത്തിയിരുന്നു. ആ 70 രൂപ റേഞ്ചിൽ നിന്നും വീണ്ടും ഉടനടി തന്നെ 70 റേഞ്ചിലേക്ക് വന്നത് ഏപ്രിൽ 2020 ആണെങ്കിൽ ദെൻ തിരിച്ചിട്ട് 2021 ഡിസംബർ ആകുമ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 480 രൂപയുടെ അടുത്തേക്ക് അവരുടെ ഷെയർ പ്രൈസ് എത്തി. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കോവിഡ് സമയത്ത് 70 രൂപ എത്തിയ സമയത്ത് പോലും നിങ്ങൾ 1 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 ടൈംസോ 6 ടൈംസൊക്കെ ആക്കി മാറ്റാമായിരുന്നു. 5-6 കോടി രൂപയാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമായിരുന്നു എന്ന് യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ്. സോ ടാറ്റ ജൈത്ര യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ രീതിയിലുള്ള ഒരു ബൂമിംഗ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്
ഇനി ടാറ്റയുടെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് ടാറ്റയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് റുപ്പീസിലാണ് 1,45,558 കോടിയാണ്. അതുപോലെ തന്നെ ROE എന്ന് പറഞ്ഞാൽ -22.93, EPS 30.97, അതുപോലെ തന്നെ PB റേഷ്യോ 3.58, ഇൻഡസ്ട്രിയുടെ PE 16.45, ദെൻ ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞത് 3.29 ആണ്, ഫേസ് വാല്യൂ 2 ആണ്, ബുക്ക് വാല്യൂ 116.37 ആണ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഗ്രോ ആപ്ലിക്കേഷനകത്ത് കാണാം. അപ്പോൾ ഗ്രോ ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ക്ലിക്ക് ചെയ്തിട്ട് ഗ്രോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. ബട്ട് ഞാൻ ഈ ഷെയർ വാങ്ങിച്ചിരിക്കുന്നത് ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കമ്പനി വഴിയാണ്. സോ ആലിസ് ബ്ലൂവിൻ്റെ ഹോൾഡിങ്ങിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് കാണാൻ പറ്റും. ഏകദേശം 6,031 രൂപയ്ക്ക് ഞാൻ 241 രൂപ മൂല്യം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഷെയറിന് മൂല്യം ഉണ്ടാകുന്ന സമയത്ത് 6,031 രൂപയ്ക്ക് 25 ഷെയറുകളാണ് വാങ്ങിച്ചത്. ഇന്ന് 75% പ്രോഫിറ്റിൽ അത് ഏകദേശം 4,556 രൂപ എനിക്ക് പ്രോഫിറ്റ് ലഭിച്ചു. ഇപ്പോൾ ടോട്ടൽ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10,587 രൂപയായി. ഈ ഷെയർ ഞാൻ ഒരിക്കലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. കാരണം ഇത് ഞാൻ സിംപ്ലി അന്ന് അവൻ പറഞ്ഞ ഒരു വാക്കിന് വാങ്ങിച്ചാണ്. ഇനി ഭാവിയിൽ 10, 20, 30, 40 വർഷം കഴിയുമ്പോൾ ഈ ഒരു ഷെയർ വാല്യൂ എനിക്ക് അവനോട് പറഞ്ഞു കൊടുക്കാം, എൻ്റെ വീട് പണിയുന്ന സമയത്ത് നീ പറഞ്ഞ ആ 25 ഷെയർ ഞാൻ വാങ്ങിച്ചു വെച്ചു, ഇന്നും ആ 25 ഷെയർ ഉണ്ട്, അതിന് ഇത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആലിസ് ബ്ലൂ പോലെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 1, 2, 5, 10 ഷെയറുകളൊക്കെ വാങ്ങിച്ച് മികച്ച രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാവിയിലേക്ക് നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. ഞാൻ കാണിച്ചല്ലോ, ഏകദേശം 70 രൂപയിലേക്ക് 580 എത്തിയിട്ട് 70 രൂപയിലേക്ക് എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴും വലിയൊരു ക്രാഷ് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഭയമുണ്ടെങ്കിൽ 25% ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇനിയൊരു ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ക്രാഷിൽ വീണ്ടും ഒരു 25% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. വീണ്ടും താഴോട്ടാണ് യാത്രയെങ്കിൽ വീണ്ടും താഴെ നിന്ന് വീണ്ടും ഒരു 25% ഇൻവെസ്റ്റ് ചെയ്യുക. വീണ്ടും ഒരു തവണ കൂടി ക്രാഷ് വരികയാണെങ്കിൽ വീണ്ടും 25% ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ 4 തവണകളായിട്ട് 25% വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിലുംക്കാൾ കൂടുതൽ ഒരുപാട് കാര്യം ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരാത്തത്രയും വിഷയങ്ങൾ ടാറ്റ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ, ഫോർഡിൻ്റെയൊക്കെ സ്റ്റോറി നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം. വളരെ രസകരമായിട്ടുള്ള സ്റ്റോറിയാണ്. ടാറ്റ മോട്ടോഴ്സ് ഇപ്പം ഫോർഡിൻ്റെ പേസ് കാര്യങ്ങളൊക്കെ ടാറ്റ മോട്ടോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലൊക്കെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. ഞാൻ ഇത്തരത്തിലുള്ള സ്റ്റോക്കിൻ്റെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നിരുന്നാലാണ് കൂടുതൽ വീഡിയോകൾ, കൂടുതൽ സ്റ്റോക്കുകളുടെ വീഡിയോകൾ എനിക്ക് ചെയ്യാനൊരു പ്രചോദനമാകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത്, കൊളീഗ്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത്, ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, ഇത്തരത്തിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. സോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ടോണി സൈനിങ് ഓഫ്. ബൈ.